ഹായ് ഗായ്സ്, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ റോക്ക് ബീച്ചിലാണ്. പ്രത്യേകത എന്താണെന്നാൽ നമ്മൾ നേരത്തെ സന്ദർശിച്ച അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ദേവാലയത്തിന്റെ തൊട്ടു പിന്നിലായിട്ടാണ് ഈ മനോഹരമായ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രവും ആത്മീയതയും പ്രകൃതി സൗന്ദര്യവും ഒരേ യാത്രയിൽ അനുഭവിക്കാൻ കഴിയുന്ന അപൂർവമായൊരു സ്ഥലമാണിത്. സാധാരണ മണൽ ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കടൽ തീരത്ത് വലിയ പാറക്കല്ലുകൾ നിരന്നു കിടക്കുന്നതിനാലാണ് ഇതിന് റോക്ക് ബീച്ച് എന്ന പേര് ലഭിച്ചത്. തിരമാലകൾ ഈ പാറകളിൽ ശക്തിയായി അടിച്ചു തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച അതിമനോഹരമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ഇവിടെ എത്തുന്നവർക്ക് കടലിന്റെ ശബ്ദവും തണുത്ത കാറ്റും മനസ്സിന് അപൂർവമായ ശാന്തി സമ്മാനിക്കും. ഈ ബീച്ചിനോട് ചേർന്നുള്ള നീണ്ട പ്രൊമനേഡ് വാക്ക്വേയാണ് മറ്റൊരാകർഷണം. വാഹനങ്ങളുടെ തിരക്കിൽ നിന്ന് മാറി കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ സാവധാനത്തിൽ നടന്നു നീങ്ങാൻ അനുയോജ്യമായ ഇടമാണിത്. സൂര്യോദയ സമയത്ത് കടലിനു മുകളിലൂടെ പരക്കുന്ന സ്വർണ്ണ നിറമുള്ള പ്രകാശം കാണാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ചുറ്റും ഫ്രഞ്ച് ശൈലിയിലുള്ള കെട്ടിടങ്ങളും ചരിത്ര സ്മാരകങ്ങളും കഫേകളും നിറഞ്ഞ ഈ പ്രദേശം പോണ്ടിച്ചേരിയുടെ സവിശേഷ സംസ്കാരത്തെ അടുത്തറിയാൻ സഹായിക്കുന്നു. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും റോക്ക് ബീച്ച് തീർച്ചയായും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. അതിനാൽ പോണ്ടിച്ചേരി സന്ദർശിക്കുമ്പോൾ അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ദേവാലയം കണ്ടതിനു ശേഷം ഏതാനും ചുവടുകൾ മാത്രം നടന്നാൽ ഈ മനോഹരമായ റോക്ക് ബീച്ചിലെത്തി കടലിന്റെ ഭംഗിയും ശാന്തതയും ഒരുപോലെ ആസ്വദിക്കാം. വരൂ, നമുക്കും ഈ മനോഹര കാഴ്ചകൾ ഒരുമിച്ച് കണ്ടറിയാം. ആദ്യമായി ഇവിടെ എത്തുന്നവർക്ക് ഇതൊരു സാധാരണ ബീച്ചാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ കടൽ തീരം നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഫ്രഞ്ച് പൈതൃകവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകളും കലയും സംസ്കാരവും ഒത്തുചേർന്ന ഒരു തുറന്ന മ്യൂസിയം പോലെയാണ്. റോക്ക് ബീച്ച് എന്ന പേര് ലഭിക്കാൻ കാരണം ഇവിടെ മണൽക്കരയ്ക്ക് പകരം കടലോരത്ത് നിരത്തിയിരിക്കുന്ന വലിയ ഗ്രാനൈറ്റ് പാറകളാണ്. കടൽക്ഷോഭവും തീരശോഷണവും തടയാൻ സ്ഥാപിച്ച ഈ പാറകൾ
ഇന്ന് പോണ്ടിച്ചേരിയുടെ പ്രധാന അടയാളങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. തിരമാലകൾ ഈ പാറകളിൽ വന്നടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയെയും ആകർഷിക്കുന്നത്. ഈ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഗൗബർട്ട് അവന്യൂ അഥവാ ബീച്ച് റോഡ് രാവിലെയും വൈകുന്നേരവും നടന്നാസ്വദിക്കാൻ ഏറ്റവും മനോഹരമായ ഇടമാണ്. പ്രത്യേകിച്ച് പുലർച്ചെ സൂര്യോദയം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. കടലിൽ നിന്ന് ഉദിക്കുന്ന സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ബംഗാൾ ഉൾക്കടലിന്റെ നീലജലത്തിൽ പ്രതിഫലിക്കുന്ന കാഴ്ച വാക്കുകൾക്കതീതമാണ്. വെള്ളയും മഞ്ഞയും കലർന്ന നിറങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ്, വിവിധ ഭരണ കാര്യാലയങ്ങൾ, പൈതൃക കെട്ടിടങ്ങൾ എന്നിവ ഈ പ്രദേശത്തിന് യൂറോപ്യൻ നഗരങ്ങളുടെ ഭംഗി പകരുന്നു. കോളനി കാലഘട്ടത്തിന്റെ വാസ്തുവിദ്യയും വിശാലമായ ജനലുകളും ഉയർന്ന മേൽക്കൂരകളും ഇന്നും അതേ ഗംഭീരതയോടെ നിലനിൽക്കുന്നു. റോക്ക് ബീച്ചിനോട് ചേർന്നുള്ള വൈറ്റ് ടൗൺ പ്രദേശം കലാസ്നേഹികൾക്കും സ്വർഗമാണ്. നിരവധി ആർട്ട് ഗാലറികൾ, ഹെറിറ്റേജ് ഹൗസുകൾ, കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന കേന്ദ്രങ്ങൾ, പ്രാദേശിക കലാകാരന്മാരുടെ സൃഷ്ടികൾ എന്നിവ ഇവിടെ കാണാം. ചിത്രകല, ശില്പകല, സമകാലിക കലാസൃഷ്ടികൾ എന്നിവയെല്ലാം ഒരേ സ്ഥലത്ത് ആസ്വദിക്കാൻ സാധിക്കുന്നതിനാൽ വിദേശ സഞ്ചാരികളും കലാപ്രേമികളും സ്ഥിരമായി ഇവിടെ എത്താറുണ്ട്. ഭക്ഷണപ്രിയർക്കും റോക്ക് ബീച്ച് ഒരു മികച്ച ലക്ഷ്യസ്ഥാനമാണ്. കടൽക്കരയോട് ചേർന്നുള്ള കഫേകളിൽ ഇരുന്ന് ഒരു കപ്പ് കാപ്പിയോ ഫ്രഞ്ച് പേസ്ട്രിയോ ദക്ഷിണേന്ത്യൻ വിഭവങ്ങളോ ആസ്വദിക്കുമ്പോൾ കടലിന്റെ കാഴ്ചയും തണുത്ത കാറ്റും യാത്രയ്ക്ക് ഒരു പ്രത്യേക അനുഭവം നൽകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകുന്നേരത്തെ സൺസെറ്റ് കാപ്പി വരെ ഓരോ നിമിഷവും ഇവിടെ ആസ്വദിക്കാനാകും. രാത്രിയാകുമ്പോൾ ഈ പ്രദേശത്തിന്റെ ഭംഗി വീണ്ടും മാറുന്നു. തെരുവു വിളക്കുകളുടെ വെളിച്ചം, കടലിന്റെ ശബ്ദം, നടപ്പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, സംഗീതം നിറഞ്ഞ കഫേകൾ, കലാപരിപാടികൾ ഇവയെല്ലാം ചേർന്ന് പോണ്ടിച്ചേരിയുടെ രാത്രി ജീവിതത്തിന് ഒരു ശാന്തവും മനോഹരവുമായ മുഖം നൽകുന്നു.
ഇവിടെ എത്തുന്നവർക്ക് വാഹനങ്ങളുടെ ശല്യമില്ലാതെ കടൽ തീരത്ത് സാവധാനം നടക്കാം. പല സമയങ്ങളിലും ബീച്ച് റോഡിൽ വാഹനഗതാഗതം നിയന്ത്രിക്കുന്നതിനാൽ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. യോഗ ചെയ്യാനോ പ്രഭാത സവാരിക്കോ ഫോട്ടോഗ്രാഫിക്കോ പക്ഷി നിരീക്ഷണത്തിനോ ഈ പ്രദേശം അനുയോജ്യമാണ്. അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ദൈവാലയം, ഗാന്ധി പ്രതിമ, ഫ്രഞ്ച് യുദ്ധസ്മാരകം, പഴയ ലൈറ്റ് ഹൗസ്, വൈറ്റ് ടൗണിലെ കഫേകൾ, ആർട്ട് ഗാലറികൾ, പൈതൃക കെട്ടിടങ്ങൾ, കടലിന്റെ അനന്തമായ ഭംഗി ഇവയെല്ലാം ഏതാനും മിനിറ്റുകളുടെ നടപ്പാതയിൽ തന്നെ അനുഭവിക്കാനാകുന്നതാണ് റോക്ക് ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരി സന്ദർശിക്കുന്ന ഓരോ യാത്രികന്റെയും യാത്രാ പട്ടികയിൽ റോക്ക് ബീച്ചിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇവിടെ 1 മണിക്കൂർ ചെലവഴിച്ചാലും മനസ്സിൽ നിറയുന്നത് ഓർമ്മകളാണ്. ഒരു ദിവസം ചെലവഴിച്ചാൽ പോണ്ടിച്ചേരിയോടുള്ള പ്രണയമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് പോണ്ടിച്ചേരിയിലെ റോക്ക് ബീച്ചിന് ചുറ്റുമുള്ള ചരിത്ര സ്മാരകങ്ങളാണ്. ഇവ വെറും കാഴ്ചകൾ മാത്രമല്ല, ഫ്രഞ്ച് അധിനിവേശ കാലത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും സമുദ്രയാത്രയുടെ പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്ന ജീവനുള്ള സാക്ഷ്യങ്ങളാണ്. നമ്മളിപ്പോൾ കാണുന്നത് പുതുച്ചേരിയിലെ പ്രശസ്തമായ ഫ്രഞ്ച് വാർ മെമ്മോറിയലാണ്. ഫ്രഞ്ച് യുദ്ധസ്മാരകം, ഫ്രഞ്ച് വാർ മെമ്മോറിയൽ. ഗാന്ധി പ്രതിമയിൽ നിന്ന് കുറച്ചു ദൂരം മാത്രം നടന്നാൽ കാണുന്ന വെള്ള നിറത്തിലുള്ള സ്മാരകമാണ് ഫ്രഞ്ച് യുദ്ധസ്മാരകം. 1-ാം ലോകമഹായുദ്ധത്തിൽ ഫ്രാൻസിനു വേണ്ടി പോരാടി ജീവൻ നഷ്ടമായ ഫ്രഞ്ച് ഇന്ത്യയിലെ സൈനികരുടെ സ്മരണയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. എല്ലാ വർഷവും ജൂലൈ 14-ന് ഫ്രാൻസിന്റെ ദേശീയ ദിനമായ ബാസ്റ്റിൽ ദിനത്തിൽ ഈ സ്മാരകം പ്രത്യേക ലൈറ്റുകളാൽ അലങ്കരിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ചരിത്രബന്ധത്തിന്റെ പ്രതീകമായി ഇന്നും ഇത് നിലകൊള്ളുന്നു. ഇത് പുതുച്ചേരിയിലെ റോക്ക് ബീച്ച്, ഗൂബർട്ട് ആവന്യൂ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത സ്മാരകമാണ്. സ്മാരകത്തിൽ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഓ കോംബാറ്റൻസ് ഡേസ് ഇൻഡേ ഫ്രാൻസേസ് മോർത്ത് പൂർ ല പാട്രി 1914-1918. 1-ാം ലോകമഹായുദ്ധകാലത്ത് 1914 മുതൽ 1918 വരെ ഫ്രാൻസിനു വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത ഫ്രഞ്ച് ഇന്ത്യയിലെ സൈനികർക്കുടെ സ്മരണയ്ക്കായി നിർമ്മിക്കപ്പെട്ട സ്മാരകമാണിത്. അന്നത്തെ കാലത്ത് പുതുച്ചേരി ഫ്രാൻസിന്റെ കോളനിയായിരുന്നു. ഇവിടെ നിന്നുള്ള നിരവധി യുവാക്കൾ യൂറോപ്പിലെ യുദ്ധഭൂമികളിലേക്ക് യാത്രയായി. സ്വന്തം നാടിനേക്കാൾ അകലെയുള്ള ഭൂഖണ്ഡങ്ങളിൽ അവർ യുദ്ധം ചെയ്തു. പലരും ഒരിക്കലും തിരികെ വന്നില്ല. ആ വീരരുടെ ഓർമ്മ നിലനിർത്താനാണ് ഈ വെളുത്ത സ്മാരകം ഉയർത്തിയിരിക്കുന്നത്. സ്മാരകത്തിന്റെ മുകളിൽ കൊത്തിവച്ചിരിക്കുന്ന ഫ്രഞ്ച് വാചകം മാതൃരാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ഫ്രഞ്ച് ഇന്ത്യയിലെ പോരാളികൾക്ക് എന്ന സന്ദേശം ഇന്നും സന്ദർശകരെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പകൽ സമയത്ത് ശാന്തമായി നിൽക്കുന്ന ഈ സ്മാരകം രാത്രിയിൽ പ്രകാശാലങ്കാരത്തിൽ കൂടുതൽ മനോഹരമാകുന്നു. എല്ലാ വർഷവും നവംബർ 11-ന് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ അനുസ്മരിച്ച് ഇവിടെ പ്രത്യേക ചടങ്ങുകളും സംഘടിപ്പിക്കപ്പെടുന്നു. റോക്ക് ബീച്ചിലൂടെ നടന്നു പോകുന്നവർക്ക് ഇതൊരു സാധാരണ സ്മാരകമല്ല. പുതുച്ചേരിയുടെ ഫ്രഞ്ച് പൈതൃകവും ലോകചരിത്രവുമായി ഈ നഗരത്തിനുള്ള ബന്ധവും ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ചരിത്ര സാക്ഷിയാണിത്. തിരമാലകൾ തീരത്തെ തഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്മാരകം നിശബ്ദമായി പറയുന്നതൊരു കഥയാണ്. ത്യാഗത്തിന്റെ, ധൈര്യത്തിന്റെ,
ചരിത്രത്തിന്റെ കഥ. റോക്ക് ബീച്ചിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സ്മാരകങ്ങളിൽ ഒന്നാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ. 8 ഉയർന്ന ഗ്രാനൈറ്റ് തൂണുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്രതിമ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോടുള്ള ആദര സൂചകമാണ്. സന്ധ്യാസമയങ്ങളിൽ ഇവിടെ തെളിയുന്ന ലൈറ്റുകൾ ഈ സ്ഥലത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു. നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ നിന്ന് ഓർമ്മ ചിത്രങ്ങൾ പകർത്താറുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ 1965 സ്ഥാപിച്ചതാണ്. ഏകദേശം 4 മീറ്ററിലധികം ഉയരമുള്ള ഈ വെങ്കല പ്രതിമയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 8 ഗ്രാനൈറ്റ് തൂണുകൾ ഒരു കാലത്ത് സെഞ്ചിയിൽ നിന്നുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ മണ്ഡപത്തിന്റെ ഭാഗങ്ങളായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ തൂണുകൾ ഗാന്ധി പ്രതിമയ്ക്കൊരു സവിശേഷമായ ഗാംഭീര്യം നൽകുന്നു. മഹാത്മാഗാന്ധി 1934 പോണ്ടിച്ചേരി സന്ദർശിക്കുകയും പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെയും രാജ്യത്തിനു വേണ്ടി നൽകിയ മഹത്തായ സംഭാവനകളുടെയും സ്മരണയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. ഇന്നിത് പോണ്ടിച്ചേരിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഫോട്ടോ സ്പോട്ടുകളിൽ ഒന്നാണ്. റോക്ക് ബീച്ചിന്റെ ചരിത്ര സാക്ഷി. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും തിരമാലകളെ പോലെ ചരിത്രത്തിന്റെ ഓർമ്മകളും ഇന്നും പുതുച്ചേരിയുടെ തീരത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് പോണ്ടിച്ചേരിയുടെ സമുദ്ര ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രശസ്തമായ പഴയ ലൈറ്റ് ഹൗസ് ആണ്. പലരും ഇതിനെ ഇന്നത്തെ പ്രവർത്തനക്ഷമമായ ലൈറ്റ് ഹൗസ് ആണെന്നാണ് കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഓൾഡ് ലൈറ്റ് ഹൗസ് അഥവാ പഴയ ലൈറ്റ് ഹൗസ് ആണ്. 1836 ഫ്രഞ്ച് ഭരണകാലത്താണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടത്. അന്നത്തെ ഫ്രഞ്ച് ഭരണകൂടം പോണ്ടിച്ചേരി തുറമുഖത്തേക്ക് രാത്രിയിലെത്തുന്ന വ്യാപാര കപ്പലുകൾക്കും യാത്രാ കപ്പലുകൾക്കും സുരക്ഷിതമായി വഴികാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചത്.
ഫ്രഞ്ച് എഞ്ചിനീയറായ ലൂയി ഗ്യുവർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഈ നിർമ്മാണം പൂർത്തിയായതായാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 29 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം ആ കാലഘട്ടത്തിൽ അത്യാധുനിക സമുദ്ര സൗകര്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. വൈദ്യുതി വ്യാപകമാകുന്നതിനു മുമ്പ് എണ്ണവിളക്കുകളും പിന്നീട് മെച്ചപ്പെടുത്തിയ പ്രകാശ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തിച്ചിരുന്നത്. കടലിലൂടെ രാത്രിയിൽ സഞ്ചരിച്ചിരുന്ന നാവികർക്കും വ്യാപാര കപ്പലുകൾക്കും ഇത് വിശ്വസ്തമായ മാർഗദർശകമായിരുന്നു. ഇന്നിത് പ്രവർത്തനത്തിലില്ലെങ്കിലും പോണ്ടിച്ചേരിയുടെ ഫ്രഞ്ച് പൈതൃകത്തിന്റെ അഭിമാന ചിഹ്നമായി സംരക്ഷിക്കപ്പെടുന്നു. ഇനിയൊരു കൗതുകകരമായ കാര്യം പറയാം. ഇന്ന് കപ്പലുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ലൈറ്റ് ഹൗസ് ഇതല്ല. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 1979 ഒരു പുതിയ ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടു. ന്യൂ ലൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്ന അത് പോണ്ടിച്ചേരിയിലെ വൈത്തിക്കുപ്പം ഭാഗത്താണ്. റോക്ക് ബീച്ചിൽ നിന്ന് കുറച്ചു വടക്കോട്ട് കടൽ തീരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ലൈറ്റ് ഹൗസ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ ഗോപുരമാണ് ഇന്നും ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ മാർഗനിർദ്ദേശം നൽകുന്നത്. അതിനാൽ റോക്ക് ബീച്ചിലെ ഗാന്ധി പ്രതിമയ്ക്കും ഫ്രഞ്ച് യുദ്ധസ്മാരകത്തിനും സമീപം നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ ഗോപുരം ചരിത്രപ്രസിദ്ധമായ 1836 പഴയ ലൈറ്റ് ഹൗസാണ്. അതേസമയം ഇന്നും സേവനമനുഷ്ഠിക്കുന്ന പുതിയ ലൈറ്റ് ഹൗസ് മറ്റൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രവും സാങ്കേതിക പുരോഗതിയും കൈകോർക്കുന്ന ഈ 2 ലൈറ്റ് ഹൗസുകളും ചേർന്നാണ് പോണ്ടിച്ചേരിയുടെ സമുദ്ര പൈതൃകത്തിന്റെ കഥ പറയുന്നത്. ഒന്ന് ഭൂതകാലത്തിന്റെ ഓർമ്മകൾ കാത്തുസൂക്ഷിക്കുമ്പോൾ മറ്റൊന്ന് ഇന്നും കടലിലെ യാത്രക്കാർക്ക് വെളിച്ചമായി വഴികാട്ടിക്കൊണ്ടിരിക്കുന്നു. റോക്ക് ബീച്ചിന് സമീപമുള്ള വൈറ്റ് ടൗൺ പ്രദേശം ഒരു കാലത്ത് ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുടെയും വ്യാപാരികളുടെയും താമസ കേന്ദ്രമായിരുന്നു. വിശാലമായ തെരുവുകൾ, നിറം പൂശിയ കോളനിയൽ കെട്ടിടങ്ങൾ, ഉയർന്ന ജനലുകൾ, വളവുകളുള്ള വരാന്തകൾ എന്നിവ ഇന്നും ആ ഫ്രഞ്ച് പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയുള്ള കഫേകളിൽ ഫ്രഞ്ച് ബേക്കറികളും ക്രോസാൻഡുകളും കാപ്പിയും ദക്ഷിണേന്ത്യൻ വിഭവങ്ങളും ഒരുമിച്ച് ലഭിക്കുന്നത് പോണ്ടിച്ചേരിയുടെ സവിശേഷ സംസ്കാര മിശ്രിതത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ആർട്ട് ഗാലറികളും പൈതൃക കെട്ടിടങ്ങളും. വൈറ്റ് ടൗണിലെ പല പഴയ ഫ്രഞ്ച് മാളികകളും ഇന്ന് ആർട്ട് ഗാലറികളായും സാംസ്കാരിക കേന്ദ്രങ്ങളായും ഹെറിറ്റേജ് കെട്ടിടങ്ങളായും പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ പാറകൾ വെറും അലങ്കാരത്തിനല്ല. വർഷങ്ങളായി കടൽ തീരത്തെ സംരക്ഷിക്കാനും തീരശോഷണം കുറയ്ക്കാനുമായി വലിയ കല്ലുകൾ ഇവിടെ സ്ഥാപിച്ചു. അതിനുശേഷമാണ് ഈ പ്രദേശം റോക്ക് ബീച്ച് എന്ന പേരിൽ പ്രശസ്തമായത്.
ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, കരകൗശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഈ ഇടങ്ങൾ പ്രാദേശിക കലാകാരന്മാർക്കും രാജ്യാന്തര സന്ദർശകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റോക്ക് ബീച്ചിലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ്. ഉയരമുള്ള പാം മരങ്ങളും അതിനു ചുറ്റുമുള്ള ഗ്രാനൈറ്റ് തൂണുകളും ചേർന്ന് ഈ സ്ഥലം വളരെ വ്യത്യസ്തമായ ഒരു ഭംഗിയാണ് നൽകുന്നത്. കടലിൽ നിന്ന് വീശിയെത്തുന്ന തണുത്ത കാറ്റും പിന്നിൽ കേൾക്കുന്ന തിരമാലകളുടെ സംഗീതവും ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും കൂടുതൽ മനോഹരമാക്കുന്നു. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച സ്പോട്ടാണ്. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ യാത്ര ചെയ്യുന്നവർക്ക് മനോഹരമായ ചിത്രങ്ങളും ഓർമ്മകളും പകർത്താൻ പറ്റിയ ഇടം കൂടിയാണിത്. പകൽ സമയത്ത് നീലാകാശവും പച്ച നിറമുള്ള പാം മരങ്ങളും ചേർന്ന് അതിസുന്ദരമായ പശ്ചാത്തലമൊരുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയത്തിന്റെ സ്വർണ്ണ നിറം ഈ സ്ഥലത്തിന് മറ്റൊരു ഭംഗി നൽകുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റോക്ക് ബീച്ചിലെ ശ്രദ്ധേയമായ മറ്റൊരു മനോഹരമായ ഭാഗമാണ്. ആദ്യ നോട്ടത്തിൽ ഇതൊരു ചെറിയ കുന്നോ പ്രകൃതിദത്ത പാറക്കൂട്ടമോ പോലെ തോന്നുമെങ്കിലും സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ശിലാ അലങ്കാര നിർമ്മിതിയാണിത്. കറുത്ത നിറത്തിലുള്ള ഈ പാറകളുടെ രൂപവും ഉയരവും നോക്കുമ്പോൾ പ്രകൃതിയുടെ വന്യ സൗന്ദര്യം ഇവിടെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നും. കടലിന്റെ നീലിമയും ഈ ശിലാരൂപങ്ങളുടെ ഗാംഭീര്യവും ഒരുമിക്കുമ്പോൾ കണ്ണിനു വിരുന്നാകുന്ന മനോഹരമായ കാഴ്ചയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഭാഗത്തെത്തുന്ന പലരും കുറച്ചു സമയം ചെലവഴിച്ച് ഫോട്ടോകളും വീഡിയോകളും പകർത്തുന്നത് പതിവാണ്. പ്രത്യേകിച്ച് ട്രാവൽ വ്ലോഗർമാർക്കും ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ മനോഹരമായ ഷോട്ടുകൾ ലഭിക്കുന്ന ഒരു മികച്ച ലൊക്കേഷനാണിത്. റോക്ക് ബീച്ച് എന്നത് വെറും കടൽ തീരമല്ല. ഇത്തരത്തിലുള്ള ആകർഷകമായ ശിലാരൂപങ്ങളും മനോഹരമായ നടപ്പാതകളും തുറന്ന ആകാശവും കടൽക്കാറ്റും ചേർന്ന് ഓരോ സന്ദർശകനും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അതിനാൽ റോക്ക് ബീച്ചിലെത്തുന്നവർ ഈ ഭാഗം വിട്ടുപോകാതെ കുറച്ച് സമയം ചെലവഴിക്കാനും മനോഹരമായ ഫോട്ടോകളും വീഡിയോകളും പകർത്താനും മറക്കരുത്. യാത്രയുടെ ഓർമ്മകളെ കൂടുതൽ മനോഹരമാക്കാൻ പറ്റിയ ഒരു ചെറിയ ഇടമാണിത്. കടലിന്റെ അനന്തമായ നീലിമയും തിരമാലകൾ പാറകളിൽ വന്നടിക്കുന്ന ശബ്ദവും ചരിത്രം നിറഞ്ഞ ഫ്രഞ്ച് കെട്ടിടങ്ങളും ഗാന്ധി പ്രതിമയും യുദ്ധസ്മാരകവും ലൈറ്റ് ഹൗസും ചേർന്ന് ഈ പ്രദേശത്തെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഹെറിറ്റേജ് കടൽ തീരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. അതുകൊണ്ട് പോണ്ടിച്ചേരി സന്ദർശിക്കുന്നവർക്ക് റോക്ക് ബീച്ച് ഒരു സാധാരണ ബീച്ച് അനുഭവമല്ല. ഫ്രഞ്ച് കോളനി വാഴ്ചയുടെ പൈതൃകവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകളും സമുദ്ര ചരിത്രവും കലയും സംസ്കാരവും ഒരുമിച്ചനുഭവിക്കാവുന്ന അപൂർവമായ ഒരു യാത്രയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ട്രിബ്യൂട്ട് വാൾ
ദ വാൾ ഓഫ് ഓണർ എന്നറിയപ്പെടുന്ന ഒരു സ്മരണാഭിത്തിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ പോലും ത്യജിച്ച ധീരദേശസ്നേഹികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായാണ് ഈ സ്മാരകം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും ധൈര്യവും വരും തലമുറകൾ ഓർക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ട്രിബ്യൂട്ട് വാളുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സ്മാരകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം എളുപ്പത്തിൽ ലഭിച്ചതല്ല, അനേകം വീരന്മാരുടെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഇന്നത്തെ ഇന്ത്യ രൂപപ്പെട്ടതെന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നിമിഷം നിൽക്കുമ്പോൾ ആ മഹത്തായ ബലിദാനങ്ങൾക്ക് ആദരവർപ്പിക്കാതെ കടന്നുപോകാനാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും നൽകി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കൂ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ചാനലിന്റെ വളർച്ചയ്ക്കും ഭാവിയിലെ മികച്ച യാത്രാ വീഡിയോകൾ ഒരുക്കുന്നതിനും നിങ്ങളുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗ് സീരീസിന്റെ ആദ്യ ഭാഗം മാത്രമാണ്. വരും ദിവസങ്ങളിൽ പോണ്ടിച്ചേരിയിലെയും ദക്ഷിണേന്ത്യയിലെ മറ്റ് അത്ഭുതകരമായ സ്ഥലങ്ങളിലെയും വിശേഷങ്ങളുമായി പുതിയ എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്തും. അതിനാൽ ഞങ്ങളോടൊപ്പം തന്നെ തുടരും. അടുത്ത മനോഹരമായ യാത്രാവിശേഷവുമായി വളരെ വേഗം വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ. ബൈ ഫ്രണ്ട്സ്, വീണ്ടും കാണാം. ബൈ.